നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ സ്വാഗതം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കണം, ലിഫ്റ്റ് ചെയ്യണം, റേസ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ പറയുവാനായിട്ട് നമ്മൾ പിക്കപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത് പിക്കപ്പ് ദ ട്രാഷ്. ട്രാഷ് എടുക്കൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ട്രാഷ് എന്ന് വെച്ചാൽ ഗാർബേജ്, മാലിന്യം. അപ്പോൾ പിക്കപ്പ് ദ ട്രാഷ്, ട്രാഷ് എടുക്കൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഒരാളോട് പറയുന്നൊരു സെൻറ്റൻസാണ്. പിക്കപ്പ് ദ ട്രാഷ്, ട്രാഷ് എടുക്കൂ. പിക്കപ്പ് ദ ബോട്ടിൽ, ബോട്ടിൽ എടുക്കൂ. പിക്ക് ഇറ്റ് അപ്പ്. പിക്കപ്പ് എന്ന് പറയുന്നത് ഒരു സെപ്പറബിൾ ഫ്രേസൽ വെർബാണ്. ഇവിടെ ഇറ്റ് എന്ന് പറയുന്ന പ്രോണൗൺ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എടുക്കൂ എന്നാണ് അതിൻ്റെ ആശയം. പിക്ക് ഇറ്റ് അപ്പ്. ഷീ നീഡ്സ് ടു പിക്കപ്പ് ദ ട്രാഷ്. ഷീ നീഡ്സ് ടു പിക്ക് ഇറ്റ് അപ്പ്. അവൾക്ക് ട്രാഷ് എടുക്കണം. ഷീ നീഡ്സ് ടു പിക്ക് ഇറ്റ് അപ്പ്. അവൾക്ക് അത് എടുക്കണം എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഡസ് ഷീ നീഡ് ടു പിക്കപ്പ് ദ ട്രാഷ്. അവൾക്ക് ട്രാഷ് എടുക്കണോ? യെസ്, ഷീ നീഡ്സ് ടു പിക്കപ്പ് ദ ട്രാഷ്. അതെ, അവൾക്ക് ട്രാഷ് എടുക്കണം എന്നുള്ളൊരു ആൻസറാണ്. ഡസ് ഷീ നീഡ് ടു പിക്ക് ഇറ്റ് അപ്പ്. അവൾക്ക് അത് എടുക്കണോ? യെസ്, ഷീ നീഡ്സ് ടു പിക്ക് ഇറ്റ് അപ്പ്. അതെ, അവൾക്ക് അത് എടുക്കണം എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഷീ നീഡ്സ് ടു പിക്കപ്പ് ദ ക്ലോത്ത്സ്. അവൾക്ക് തുണികൾ എടുക്കണം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഷീ നീഡ്സ് ടു പിക്കപ്പ് ദ ക്ലോത്ത്സ്. നെക്സ്റ്റ്, ഷീ നീഡ്സ് ടു പിക്ക് ദം അപ്പ്. അവൾക്ക് അവ എടുക്കണം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അതായത് തുണികൾ എടുക്കണം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ പിക്കപ്പിന് ദം എന്നുള്ള പ്രോണൗണാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ തുണികളെ പറ്റിയാണ് പറയുന്നത്, പ്ലൂറലാണ്. അതുകൊണ്ടാണ് നമ്മൾ ദം യൂസ് ചെയ്തിരിക്കുന്നത്. ഷീ നീഡ്സ് ടു പിക്ക് ദം അപ്പ്. നെക്സ്റ്റ്, ഡസ് ഷീ നീഡ് ടു പിക്കപ്പ് ദ ക്ലോത്ത്സ്. അവൾക്ക് തുണികൾ എടുക്കണോ? യെസ്, ഷീ നീഡ്സ് ടു പിക്കപ്പ് ദ ക്ലോത്ത്സ്. അതേ, അവൾക്ക് തുണികൾ എടുക്കണം എന്നുള്ളൊരു ആൻസറാണ്. ഡസ് ഷീ നീഡ് ടു പിക്ക് ദം അപ്പ്. അവൾക്ക് അവ എടുക്കണോ? യെസ്, ഷീ നീഡ്സ് ടു പിക്ക് ദം അപ്പ്. അതേ, അവൾക്ക് അവ എടുക്കണം, മീൻസ് തുണികൾ എടുക്കണം എന്നുള്ളൊരു ആൻസറാണ്. ഇനി നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മളുടെ വാഹനത്തിൽ കയറ്റി മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടു ചെന്നാക്കുമല്ലോ. അതായത് നമ്മൾ അവർക്ക് റൈഡ് കൊടുക്കുമല്ലോ. ഇങ്ങനെ റൈഡ് കൊടുക്കണം എന്ന് പറയുവാനായിട്ട് നമ്മൾ പിക്ക് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, മൈ ഫ്രണ്ട് നീഡ്സ് എ റൈഡ്. എൻ്റെ സുഹൃത്തിനൊരു റൈഡ് വേണം. ഹി ഡസൻ ഹാവ് എ കാർ. അവനൊരു കാറില്ല. സോ ഐ നീഡ് ടു പിക്ക് ഹിം അപ്പ്. സോ അതുകൊണ്ട് ഞാൻ അവനൊരു റൈഡ് കൊടുക്കണം, ഞാൻ അവനെ എടുക്കണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഐഡിയ പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡു ഐ നീഡ് ടു പിക്ക് ഹിം അപ്പ്. ഞാൻ അവനൊരു റൈഡ് കൊടുക്കണോ? ഞാൻ അവനെ എടുക്കണോ? യെസ്, ഐ നീഡ് ടു പിക്ക് ഹിം അപ്പ്. അത് ഞാൻ അവനൊരു റൈഡ് കൊടുക്കണം എന്നുള്ളൊരു ആൻസറാണ്. ഐ നീഡ് ടു പിക്ക് ഹർ അപ്പ്. ഞാൻ അവൾക്കൊരു റൈഡ് കൊടുക്കണം എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഡു ഐ നീഡ് ടു പിക്ക് ഹർ അപ്പ്. ഞാൻ അവൾക്കൊരു റൈഡ് കൊടുക്കണോ? യെസ്, ഐ നീഡ് ടു പിക്ക് ഹർ അപ്പ്. ഷീ ഡസൻ ഹാവ് എ കാർ. അത് ഞാൻ അവൾക്കൊരു റൈഡ് കൊടുക്കണം, അവൾക്കൊരു കാറില്ല എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസാണ്. ഇനി വളരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതായത് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഇങ്ങനെ വളരുന്ന സാധനങ്ങളൊക്കെ പറിക്കണം എന്ന് പറയുവാനായിട്ട് നമ്മൾ പിക്ക് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഓർക്കുക, പിക്ക് എന്നുള്ള വേർഡ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പിക്കപ്പ് എന്ന് നമ്മൾ പറയാറില്ല. അത് ഓർത്ത് വച്ചിരിക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, ഹി ലൈക്സ് ടു പിക്ക് ഫ്ലവേഴ്സ്. അവന് ഫ്ലവേഴ്സ്, പൂക്കൾ പറിക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഹി ലൈക്സ് ടു പിക്ക് ഫ്ലവേഴ്സ്. നെക്സ്റ്റ്, ഹി ഈസ് പിക്കിംഗ് ഫ്ലവേഴ്സ്. അവൻ പൂക്കൾ പറിക്കുകയാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഡസ് ഹി ലൈക്ക് ടു പിക്ക് ഫ്ലവേഴ്സ്. അവന് ഫ്ലവേഴ്സ് പറിക്കുന്നത് ഇഷ്ടമാണോ? യെസ്, ഹി ലൈക്സ് ടു പിക്ക് ഫ്ലവേഴ്സ്. അതെ, അവന് ഫ്ലവേഴ്സ്, പൂക്കൾ പറിക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഈസ് ഹി പിക്കിംഗ് ഫ്ലവേഴ്സ് റൈറ്റ് നൗ. അവനിപ്പോൾ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ്, ഹി ഈസ് പിക്കിംഗ് ഫ്ലവേഴ്സ് റൈറ്റ് നൗ. അതെ, അവനിപ്പോൾ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ദ കിഡ്സ് ആർ പിക്കിംഗ് ബെറീസ്. കുട്ടികൾ ബെറീസ് പറിക്കുകയാണ്. ആൻഡ് ദേ ലവ് ടു പിക്ക് ബെറീസ്. അവർക്ക് ബെറീസ് പറിക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഡു ദേ ലവ് ടു പിക്ക് ബെറീസ്. അവർക്ക് ബെറീസ് പറിക്കുന്നത് ഇഷ്ടമാണോ? യെസ്, ദേ ലവ് ടു പിക്ക് ബെറീസ്. അതേ, അവർക്ക് ബെറീസ് പറിക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദേ ആർ പിക്കിംഗ് ആപ്പിൾസ്. അവർ ആപ്പിളുകൾ പറിക്കുകയാണ്. ആൻഡ് ദേ ലൈക്ക് ടു പിക്ക് ആപ്പിൾസ്. അവർക്ക് ആപ്പിളുകൾ പറിക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദേ പിക്ഡ് ആപ്പിൾ ലാസ്റ്റ് വീക്കെൻഡ്. ലാസ്റ്റ് വീക്കെൻഡിൽ അവർ ആപ്പിളുകൾ പറിച്ചു എന്നുള്ളൊരു സെൻറ്റൻസാണ്. പാസ്റ്റാണ്, പിക്ഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ പിക്ഡ് ആപ്പിൾ ലാസ്റ്റ് വീക്കെൻഡ്. ഡിഡ് ദേ പിക്ക് ആപ്പിൾസ് ലാസ്റ്റ് വീക്കെൻഡ്. അവർ ലാസ്റ്റ് വീക്കെൻഡിൽ ആപ്പിളുകൾ പറിച്ചായിരുന്നോ? യെസ്, ദേ പിക്ഡ് ആപ്പിൾസ് ലാസ്റ്റ് വീക്കെൻഡ്. അതേ, അവർ ലാസ്റ്റ് വീക്കെൻഡിൽ ആപ്പിളുകൾ പറിച്ചായിരുന്നു എന്നുള്ളൊരു ആൻസറാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു, മനസ്സിലാക്കി, ലേൺ ചെയ്തു, ഗ്രാസ്പ് ചെയ്തു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ പിക്ക് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഷീ ഈസ് പിക്കിംഗ് അപ്പ് പിയാനോ. അവൾ പിയാനോ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, ഗ്രാസ്പ് ചെയ്യുകയാണ്, ലേൺ ചെയ്യുകയാണ് എന്നൊക്കെ ആശയം വരുന്ന സെൻറ്റൻസാണ്. ഷീ ഈസ് പിക്കിംഗ് അപ്പ് പിയാനോ. നെക്സ്റ്റ്, ഹി ക്വിക്ലി പിക്ഡ് അപ്പ് ദ ലാംഗ്വേജ് വൈൽ ലിവിങ് അബ്രോഡ്. അവൻ പുറത്ത് താമസിക്കുന്ന സമയത്ത് ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഹി ക്വിക്ലി പിക്ഡ് അപ്പ് ദ ലാംഗ്വേജ് വൈൽ ലിവിങ് അബ്രോഡ്. നെക്സ്റ്റ്,
ഷീ പിക്ഡ് അപ്പ് എ ന്യൂ സ്കിൽ ഡ്യൂറിങ് ദ വർക്ക്ഷോപ്പിൻ്റെ സമയത്ത് അവിടെ ഒരു പുതിയ സ്കില്ല് പഠിച്ചു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഷീ പിക്ഡ് അപ്പ് എ ന്യൂ സ്കിൽ ഡ്യൂറിങ് ദ വർക്ക്ഷോപ്പ്. അപ്പോൾ പിക്ക് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ഇത്രയും ആശയങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, വളരെ കോമൺ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.